ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സാരി ഡ്രൈപ്പിങ്ങിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഇട്ടിട്ടുള്ള ഓൾമോസ്റ്റ് വീഡിയോസിൽ എല്ലാത്തിലും വന്നിട്ടുള്ള കമൻറ്റാണ് സാരി ഡ്രൈപ്പിംഗ് ചെയ്തൂടെ, സാരി ഡ്രൈപ്പിംഗ് ചെയ്തൂടെ. അപ്പം ഇന്ന് ഞാൻ ഒരു വട്ടമാണ് ചെയ്യുകയാണ്. അപ്പം ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സിമ്പിളായിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇന്ന് വെറൈറ്റി ആയിട്ട് വേറൊരു രീതിക്ക് ഒരു സാരി ഡ്രൈപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഈ ഒരു സാരിയാണ്. ഈ ഒരു സിമ്പിൾ സാരിയാണ് ഇന്ന് ഡ്രൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കണം. നമുക്ക് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത്. എന്നിട്ട് സേഫ്റ്റി പിൻ കുത്തി വെച്ചിട്ട് നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ സാരിയുടെ ഫ്രണ്ട് പോർഷനിൽ എത്ര ഇറക്കം വേണം, അതുപോലെ നമ്മുടെ ഞൊറു എടുക്കുന്ന ആ ഒരു പോർഷൻ എവിടെ നിന്ന് എവിടെ വരെയാണെന്നുള്ളതൊക്കെ ഇങ്ങനൊന്ന് വെച്ച് ആദ്യമേ നോക്കും. അതിനുശേഷം അവിടെ ഒരു സേഫ്റ്റി പിൻ കുത്തി വെച്ചിട്ടാണ് ഞൊറു എടുത്ത് അയൺ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്ലീറ്റ് എടുത്ത് തുടങ്ങാം. നമുക്ക് എത്ര ഞൊറു വേണം എന്നുള്ളത് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. വലുത് വേണോ ചെറുത് വേണോ എന്നുള്ളതൊക്കെ നമ്മുടെ പ്രയോറിറ്റിയാണ്. ഫസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് അവിടെ ഒരു സേഫ്റ്റി വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ കറക്റ്റായിട്ട് എടുത്തു വെച്ച ആ ഒരു പ്ലേറ്റ് ഒന്നും കൂടി നല്ല കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷൻ നമുക്ക് എത്ര ഇനി ഇറക്കം വേണമെന്ന് വെച്ചാൽ അത്രയും പിടിച്ചിട്ട് സെയിം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ വേണ്ടത്ര ഇറക്കത്തിൽ ഞാൻ ഇത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം, അയൺ ചെയ്തെടുക്കണം. ഇനി നമ്മൾ കറക്റ്റിന് പിടിച്ച് വെച്ച ആ ഒരു പ്ലേറ്റ് ഒന്ന് നിവർത്തി ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ വെച്ചാൽ നമ്മൾ ഉടുക്കുമ്പോൾ അത് അതുപോലെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ ചെയ്യാൻ നിൽക്കാതെ ആദ്യം പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാലും ഉടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലെ പിടിച്ചു കൊടുത്താലും മതി. നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ പ്ലേറ്റ് ചെയ്ത് ഫ്രഞ്ച് ചെയ്ത് നമ്മൾ ആദ്യമേ പിന്നു കുത്തി വെച്ച ഒരു പോർഷൻ ഉണ്ട് നമ്മൾ മെഷർമെൻ്റ് എടുത്ത്. അതായത് നമ്മുടെ ഈ ഒരു ഞൊറു അവിടെ പ്ലേറ്റ് ചെയ്ത് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ആദ്യമേ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിനി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ പിടിച്ച ഈ ഒരു ഞൊറ് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് എടുക്കണം. അപ്പം നമുക്ക് അത് സെയിം അതുപോലെ തന്നെ കിട്ടും. നമ്മൾ ഉടുക്കുമ്പോഴത്തേനും ഫുൾ തേപ്പിൻ്റെ പരിപാടിയാണ് ഗൈസ്.
അതുപോലെ തന്നെ നമ്മൾ അയൺ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ എടുത്ത പ്ലേറ്റിൻ്റെ 2 സൈഡ് നമ്മൾ അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അയണിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തേച്ചിട്ട് ഇതുപോലെ അങ്ങ് മടക്കി വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നൂത്ത് സ്റ്റാൻഡിലോ എവിടെ ഇടാന്ന് വെച്ചാൽ അങ്ങനെയും ഇടാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തേച്ച് മടക്കി വെക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഈ വീഡിയോയിൽ നല്ല ലോങ് ആയിട്ട് തോന്നും, പക്ഷേ എളുപ്പമാണ്. നമുക്ക് എത്ര പ്ലീറ്റ് വേണമെന്ന് വെച്ചാൽ അതെടുക്കുക, അതുപോലെ ഞൂറ് എത്ര വേണമെന്ന് വെച്ചാൽ എടുക്കുക, ജസ്റ്റ് അയൺ ചെയ്ത് വെക്കുക. മടക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, വേണ്ട അല്ലാതെ തന്നെ നമുക്ക് വെക്കാം, ഒരു കുഴപ്പമില്ല, തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇങ്ങനെ അങ്ങ് വെക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു രീതിയിൽ പ്ലേറ്റ് എടുത്തിട്ട് അയൺ ചെയ്ത് വെക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. മറ്റേ ബ്രൈഡ്സിൻ്റെ പോലെ ഫോൾഡ് ചെയ്യത്തില്ല. ഈ ജസ്റ്റ് ഇത്ര അതുപോലെ തേച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ എടുത്ത് വെക്കത്തുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഉടുത്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള പ്ലേറ്റും എല്ലാം അതുപോലെ നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വട്ടം സാരി എടുക്കുമ്പോൾ ഇതുപോലെ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.